Hi all, welcome to Sapphire Future Academy Board Booster Series. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഭാഗങ്ങളാണ്. കെമിക്കൽ കൈനറ്റിക്സിൽ മെയിനായിട്ടും സ്പീഡിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. റേറ്റ്, കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത് പറയുന്നുണ്ട്. ഇനി ഓർഡർ, മോളിക്യുലാരിറ്റി, ഇനി അതിൻ്റെ കുറച്ച് ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻസ് ഉണ്ട്. പിന്നെ കൊളീഷൻ തിയറി ഉണ്ട്, അറീനിയസ് ഇക്വേഷൻ ഉണ്ട്. ഇങ്ങനെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് പാർട്ടാണ് ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഏറ്റവും ആദ്യമായിട്ട് കെമിക്കൽ കൈനറ്റിക്സ് എന്താണ്? വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് കെമിക്കൽ കൈനറ്റിക്സ്? എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഇതൊരു കെമിസ്ട്രിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ബ്രാഞ്ചാണ് കെമിക്കൽ കൈനറ്റിക്സ്. അതിനകത്ത് എന്താണ് ഡിസ്കസ് ചെയ്യുന്നത്? റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. വാട്ട് ഈസ് റേറ്റ്? സ്പീഡ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റേറ്റ് ഓഫ് റിയാക്ഷൻസ് ആൻഡ് ദ മെക്കാനിസം ഓഫ് ദ റിയാക്ഷൻസ് ഈസ് കോൾഡ് കെമിക്കൽ കൈനറ്റിക്സ്. അപ്പം സ്പീഡ്, റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് പറയുന്നുണ്ട്. അതുപോലെ അതിൻ്റെ മെക്കാനിസം ഒക്കെയാണ് കെമിക്കൽ കൈനറ്റിക്സിൽ പഠിക്കുന്നത്. നമുക്കറിയാം എല്ലാ കെമിക്കൽ റിയാക്ഷൻസും ഒരേ സ്പീഡിലല്ല നടക്കുന്നത്. ചില കെമിക്കൽ റിയാക്ഷൻസ് വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്, ചിലവ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നുണ്ട്. ഇനി ഒരു മോഡറേറ്റ് സ്പീഡിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷനുകളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും എന്താണ് സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. സ്പീഡ് ഭയങ്കര ഫാസ്റ്റായിട്ട് നടക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് അല്ലെങ്കിൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കെമിക്കൽ റിയാക്ഷൻസ് ഓൺ ദ ബേസ് ഓഫ് റേറ്റ് ഓഫ് റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡിനെ ബേസ് ചെയ്തിട്ട് കെമിക്കൽ റിയാക്ഷൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫാസ്റ്റ് ഓർ ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻ, then slow reactions, then moderately slow reactions. Okay, എന്താണ് ഫാസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ്? ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ നടക്കുന്നതാണ്. അതായത് വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും ഇൻസ്റ്റന്റേനിയസ് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത്. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് കംപ്ലീറ്റ്സ് ഇൻ ലെസ് ദാൻ, വളരെ ചെറിയ സെക്കൻഡ് കൊണ്ട്, നോക്കൂ, 10 to 12 സെക്കൻഡ് സമയം കൊണ്ടൊക്കെ നടക്കുന്നതാണ് എന്ത്? വെരി ഫാസ്റ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റന്റിനിയസ്, സെക്കൻഡ്സിനുള്ളിൽ നടക്കുന്നതാണ് ഇൻസ്റ്റന്റ്. സോഡിയം വാട്ടറിലിട്ടാൽ സെക്കൻഡ്സിനുള്ളിൽ തന്നെ ഇത് റിയാക്ട് ചെയ്ത് കഴിയും. പെട്ടെന്ന് അത് ഓടി നടന്ന് റിയാക്ട് ചെയ്ത് ബേൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ദാറ്റ് ഈസ് നോൺ ആസ് ഫാസ്റ്റ് റിയാക്ഷൻ. സെക്കൻഡ്സ്, 10 to 12 സെക്കൻഡ്സിനുള്ളിൽ നടക്കുന്ന റിയാക്ഷനുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഫാസ്റ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ഇൻസ്റ്റന്റേനിയസ് റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ടു മെഷർ ദി സ്പീഡ് ഓഫ് സച്ച് റിയാക്ഷൻസ്. അപ്പോൾ ആക്ച്വലി ഭയങ്കര ഫാസ്റ്റ്, വെരി ഫാസ്റ്റ് ആയിട്ട് നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ സ്പീഡ് മെഷർ ചെയ്യുക എന്ന് പറയുന്ന ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. അയണിക് റിയാക്ഷൻസ് ഉണ്ട്, അതുപോലെ ഓർഗാനിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൻ്റെ ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന റിയാക്ഷനുകളാണ്. ഇനി അടുത്ത് നോക്കൂ, സ്ലോ റിയാക്ഷൻസ്. കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് കംപ്ലീറ്റ്സ് ഇൻ എ ലോങ് ടൈം ഫ്രം സം മിനിറ്റ്സ് ഓർ സം ഇയേഴ്സ്. ചിലപ്പം കുറേ സമയം കൊണ്ട്, ചിലപ്പം ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരുപാട് വർഷം കൊണ്ടോ ഒക്കെ കംപ്ലീറ്റ് ചെയ്യുന്ന റിയാക്ഷനുകളുണ്ട്. അതിനെ വിളിക്കുന്നതിനാണ് സ്ലോ റിയാക്ഷൻസ്. എക്സാമ്പിൾ, റസ്റ്റിംഗ് ഓഫ് അയൺ. അയണൊക്കെ റസ്റ്റഡ് ആവുന്ന ഒരുപാട് കാലം കൊണ്ടാണ്. അതല്ലാതെ ഒരു ദിവസം കൊണ്ടോ ചിലപ്പോൾ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പം 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് അല്ലെങ്കിൽ മാസങ്ങൾ എടുക്കും അല്ലെങ്കിൽ വർഷങ്ങൾ എടുക്കും. അങ്ങനെയൊക്കെയാണ് ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്ന റസ്റ്റിംഗ് ഓഫ് അയണൊക്കെ വളരെ സ്ലോ ആയിട്ട് നടക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് സമയം കൊണ്ട്, ഒരുപാട് മിനിറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ദിവസം കൊണ്ട്, അതല്ലെങ്കിൽ ഒരുപാട് മാസങ്ങൾ, വർഷങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ആവുന്ന കെമിക്കൽ റിയാക്ഷൻ ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് വെരി സ്ലോ റിയാക്ഷൻസ്. എക്സാമ്പിൾ, റസ്റ്റിംഗ് ഓഫ് അയൺ. ദെൻ മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻസ്. Chemical reactions which are intermediate between the slow and fast reactions are called moderately slow reaction. Moderately slow reaction എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റുമല്ല എന്നാൽ വളരെ സ്ലോയുമല്ല. അങ്ങനെയുള്ള കെമിക്കൽ റിയാക്ഷനുകളുടെ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും.
വളരെ ഈസി ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് എഴുതിയിരുന്നത്. വെരി ഫാസ്റ്റ് റിയാക്ഷൻ, ദെൻ സ്ലോ റിയാക്ഷൻസ്, ദെൻ മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻ. വെരി ഫാസ്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ സെക്കൻഡ്സിനുള്ളിൽ 10 to 12 സെക്കൻഡ്സിനുള്ളിൽ നടക്കുന്നതാണ് ഇത് ഫാസ്റ്റ് റിയാക്ഷൻ. ദെൻ സ്ലോ റിയാക്ഷൻ, സോ വളരെ സ്ലോ ആയിട്ട് മാസങ്ങൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ കംപ്ലീറ്റ് ചെയ്യുന്ന റിയാക്ഷനാണ് സ്ലോ റിയാക്ഷൻ. ദെൻ മോഡറേറ്റ്ലി സ്ലോ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റുമല്ല ഭയങ്കര സ്ലോയും അല്ലാത്ത കെമിക്കൽ റിയാക്ഷനുകളാണ്. ഓക്കെ, ദെൻ റേറ്റ് നമ്മൾ പറഞ്ഞു സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കണം. കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെ കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? റേറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ സ്പീഡ്. എന്താണ് റേറ്റ്? റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഈസ് ദ ചേഞ്ച് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് എനി വൺ ഓഫ് ദ റിയാക്ടന്റ് ഓർ പ്രോഡക്ട്സ് പെർ യൂണിറ്റ് ടൈം. അപ്പം കെമിക്കൽ റിയാക്ഷന്റെ സ്പീഡ് നമ്മൾക്ക് റിയാക്ടന്റിന്റെ ബേസിലും പ്രോഡക്റ്റിന്റെ ബേസിലും എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. എന്താണ് പറഞ്ഞത്? We can express or we can measure the rate of a chemical reaction on the basis of both reactant and product. Okay, a rate of a chemical reaction is the change in the concentration of any one of the reactant. Reactantന്റെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിന്റെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ വെച്ചിട്ടോ എന്തിന്റെ ബേസിൽ? പെർ യൂണിറ്റ് ടൈം. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് ഓഫ് ടൈമിൽ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ, റിയാക്ടന്റിന്റെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓർ പ്രൊഡക്റ്റിന്റെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ യൂസ് ചെയ്ത് നമുക്ക് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ഓർ അറ്റ്മോസ്ഫിയർ, ATM, ടൈം ഇൻവേഴ്സ്, യൂണിറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. യൂഷ്വലി നമ്മൾ എടുക്കുന്ന മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. കോൺസെൻട്രേഷൻ, ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ടൈം ആണ്. അതായത് റേറ്റ്, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു റിയാക്ഷൻ എടുത്തു, R ഗിവിംഗ് P, റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറി. ഇതിന്റെ റേറ്റ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? റേറ്റ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് reactant divided by change in time. Change in concentration of reactant divided by change in time. അതുപോലെ തന്നെ എങ്ങനെ എഴുതാം? റേറ്റ് പ്രൊഡക്റ്റിന്റെ ടൈം എഴുതാം. അപ്പൊ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ R1 ആണെന്നിരിക്കട്ടെ, ഒരു പർട്ടിക്കുലർ അതിനുണ്ടായിരുന്ന സമയം T1 ആണെന്നിരിക്കട്ടെ. കുറച്ച് സമയം കഴിയുമ്പോൾ അതിന്റെ റിയാക്ടന്റിന്റെ റിയാക്ഷൻ നടക്കുമ്പോൾ ഇനിഷ്യലി റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ, പ്രൊഡക്റ്റ് ഇല്ല. സോ റിയാക്ഷൻ നടന്നു പോകുമ്പോൾ റിയാക്ടന്റ് കോൺസെൻട്രേഷൻ കുറയുകയും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇനിഷ്യലി റിയാക്ടന്റ് കോൺസെൻട്രേഷൻ R1 എടുത്തു, അതെന്തായിട്ട് ചേഞ്ച് ചെയ്തു? സമയം കുറച്ച് time passes, the reactant in the concentration changes into R2, time is also changes into T2. So we can represent rate equal to what? Rate equal to R2, change ആണ് പറയുന്നത്. Okay, change means final minus initial. So R2 minus R1 divided by change in time. So that is T2 minus T1. R2 minus R1 divided by T2 by T1, T2 minus T1, so that is delta R divided by delta T. Delta R divided by concentration ആയിരുന്നു നമുക്ക് എന്ത് കൊടുക്കാം? കോൺസെൻട്രേഷൻ ടൈം ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ അതുപോലെ പ്രൊഡക്റ്റും പറയാം. പ്രൊഡക്റ്റും അങ്ങനെ ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം. അപ്പം റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞു ഇനിഷ്യലി ഇപ്പം റിയാക്ടന്റ് പ്രോഡക്റ്റ് ആയി മാറുന്ന റിയാക്ഷൻ. അപ്പൊ ഇനിഷ്യലി റിയാക്ടന്റ് മാത്രമേ ഉള്ളൂ, റിയാക്ടന്റ് കോൺസെൻട്രേഷൻ മാത്രമേ ഉള്ളൂ, പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഇല്ല, 0 ആണ്. അപ്പം എന്താണ്, റിയാക്ഷൻ നടക്കുമ്പോഴാണ് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ കുറയുകയും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടി വരികയും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് റേറ്റ് നമ്മൾ
റേറ്റ് നമുക്ക് റിയാക്ടന്റെ ടേമിലും പ്രൊഡക്റ്റിന്റെ ടേമിലും പറയാൻ സാധിക്കും. അപ്പം സമയം പോകും തോറും റിയാക്ടന്റ് കോൺസെൻട്രേഷൻ കുറയുകയും പ്രൊഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് റേറ്റ് എങ്ങനെ എഴുതാം? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ്, ഡിക്രീസ് റേറ്റ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ്, ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് reactant divided by change in time, divided by change in time. ഓക്കെ, അപ്പൊ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന പുട്ട് നെഗറ്റീവ് സിമ്പിൾ, ഒരു നെഗറ്റീവ് സിമ്പിൾ കൊടുക്കുന്നു. ബിക്കോസ് റേറ്റ്, റിയാക്ടന്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് സമയം കഴിഞ്ഞു പോകും തോറും റിയാക്ടന്റിന്റെ കോൺസെൻട്രേഷൻ കുറയുകയാണ്. സോ ദാറ്റ് ഈസ് വൈ we can put a negative symbol, negative decrease in concentration of reactant. ഇനി പ്രൊഡക്റ്റിന്റെ ടേമിൽ എഴുതാൻ സാധിക്കുമല്ലോ. അപ്പൊ എങ്ങനെ റേറ്റ് പറയുന്നു? റേറ്റ് ഈക്വൽ ടു വാട്ട്? ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ്, ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ്, പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ടൈം, product divided by time. അപ്പൊ നമ്മൾ പോസിറ്റീവ് സിമ്പിൾ ആണ് കൊടുക്കുന്നത്. പോസിറ്റീവ് സിമ്പിൾ ഏതിന്? പ്രൊഡക്റ്റിന്റെ ടേമിൽ എഴുതുമ്പോൾ, റിയാക്ടന്റ് ടേമിൽ എഴുതുമ്പോൾ നെഗറ്റീവ് സിമ്പിൾ കൊടുക്കുന്നു. പ്രൊഡക്റ്റിന്റെ ടേമിൽ എഴുതുമ്പോൾ വി ക്യാൻ പുട്ട് എ പോസിറ്റീവ് സിമ്പിൾ. ഓക്കെ, വൈ? ബിക്കോസ് ആസ് ടൈം പാസസ് the concentration of reactant decreases and the concentration of product increases. Okay, so അപ്പൊ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ നമ്മൾ പറഞ്ഞു റിയാക്ടന്റ് ടേമിലും പ്രൊഡക്റ്റിന്റെ ടേമിലും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. അത് എഴുതിയിരിക്കുന്ന ശ്രദ്ധിക്കൂ. റേറ്റ് ഓഫ് റിയാക്ഷൻ which is equal to decrease or increase in the concentration of reactant or product divided by time taken. നമ്മൾ കുറച്ചും എഴുതി തന്നെയാണ്. This rate of reaction is known as average rate of reaction അല്ലെങ്കിൽ average rate can be calculated by dividing the concentration of difference. Average calculate ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ആവറേജ് ആണ്. ഇനിഷ്യലി ഇത്ര കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ മാറി. അപ്പൊ നമ്മൾ R2 മൈനസ് R1 ഡിവൈഡ് ബൈ T2 മൈനസ് T1 എഴുതി. അങ്ങനെ ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാത്തിന്റെയും ചേഞ്ച് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനെയാണ് നമ്മൾ ആവറേജ്. റേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്ത് പറയും? റേറ്റ് ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഡിവൈഡ് ബൈ ടൈം വിച്ച് ഈസ് ഈക്വൽ ടു, ഇങ്ങനെ എഴുതാം. റേറ്റ് ഈസ് ഈക്വൽ ടു, ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. റേറ്റ് ഈസ് ഈക്വൽ ടു, rate is equal to decrease in concentration of, decrease in concentration of reactant divided by time which is also equal to increase in concentration of, increase in concentration of product divided by time, divided by time. ഇനി ആവറേജ് റേറ്റ് കണ്ടുപിടിക്കാനോ? ആവറേജ് റേറ്റ് ആണ് നമ്മൾ കുറച്ചു മുമ്പ് എഴുതിയത്. ഇക്വേഷൻ ഇത് തന്നെയാണ്. ഇവിടെ നെഗറ്റീവ് സിമ്പിൾ കൊടുക്കുക, ഡിക്രീസ് കാരണം. ആവറേജ് റേറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? അതാണ് നമ്മൾ പറഞ്ഞത് ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് R ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. റിയാക്ടന്റ് എഴുതിയപ്പോൾ. ഇനി പ്രൊഡക്റ്റ് എഴുതിയപ്പോഴോ ഡെൽറ്റ കോൺസെൻട്രേഷൻ P ഡിവൈഡഡ് ബൈ ഡെൽറ്റ T. ഇങ്ങനെ എഴുതുന്നു, ചേഞ്ച് എഴുതുന്നു. അതായത് റിയാക്ടന്റ് കോൺസെൻട്രേഷൻ R1 ആണെന്ന് ഇരിക്കട്ടെ, കുറച്ച് സമയം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്തപ്പം അതിന് ടൈം T1 ആയിരുന്നു, കോൺസെൻട്രേഷൻ മാറി R2 ആയി, ടൈം T2 ആയി. അപ്പൊ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? R2 മൈനസ് R1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. അതുപോലെ P2 പ്രൊഡക്റ്റ് ആകുമ്പോൾ P2 മൈനസ് P1 ഡിവൈഡ് ബൈ T2 മൈനസ് T1 എന്നും പറയാം. ഇനി നമുക്ക് കെമിക്കൽ റിയാക്ഷൻ റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡുകളാണ് കാണിച്ചിരിക്കുന്നത്. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു കെമിക്കൽ റിയാക്ഷൻ, സപ്പോസ് ഇതൊന്നും അല്ലാതെ മറ്റൊരു എക്സാമ്പിൾ എടുത്തിട്ട് ഇതിലേക്ക് വരാം. A plus B give C plus D. A and B are reactant, C and D are product. എങ്ങനെയാണ് റേറ്റ്? നമ്മൾ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈച്ച് ആൻഡ് എവരി റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ടേമിൽ പറയാൻ സാധിക്കും. നോക്കാം.
റേറ്റ് ഈക്വൽ ടു എങ്ങനെയാണ് ഡി ഡെൽറ്റ ഡി അല്ലെങ്കിൽ ഡെൽറ്റ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡെൽറ്റ ആൻഡ് ഡി? ഡി എന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചുകളെ നമ്മൾ ഡി വെച്ച് പറയുക, കുറച്ചും കൂടി ഡിഫറൻസ് കുറച്ചും കൂടി വലിയ ചേഞ്ചുകളെ നമ്മൾ ഡെൽറ്റ വെച്ച് പറയാം. അപ്പൊ ഡെൽറ്റ ഇട്ടും ഡി ഇട്ടും നമുക്കിത് കാണിക്കാം. നമുക്ക് ഇവിടെ ഡെൽറ്റ ഇടാം. ഡെൽറ്റ കോൺസെൻട്രേഷൻ എ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് സിമ്പിൾ കൊടുക്കുക, കാരണം ബിക്കോസ് എ ഈസ് റിയാക്ടന്റ്, മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ സി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഡി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഡി ഇട്ട് റെപ്രസെന്റ് ചെയ്താലും കുഴപ്പമില്ല. ഓക്കെ, സോ എ പ്ലസ് ബി ഗീവ് സി പ്ലസ് ടി. എങ്ങനെയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത്? ഡെൽറ്റ മൈനസ് നെഗറ്റീവ് കൊടുക്കുക, ബിക്കോസ് എ ആൻഡ് ബി ആർ റിയാക്ടന്റ്, മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ എ ഡിവൈഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഈച്ച് ആൻഡ് എവരി. നമ്മൾ പറഞ്ഞു ഓരോ റിയാക്ടന്റ് ടൈമിൽ നമുക്ക് റേറ്റ് എഴുതിയിരിക്കുന്നതാണ് കണ്ടേക്കണേ. മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ സി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു ഡെൽറ്റ കോൺസെൻട്രേഷൻ ഡി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇതിന് രണ്ടിനും മാത്രം നമ്മൾ നെഗറ്റീവ് സിമ്പൽ കൊടുത്തു, ബാക്കി രണ്ടിനും പോസിറ്റീവ് ആണ്, ബിക്കോസ് സി ആൻഡ് ഡി ആർ പ്രോഡക്റ്റ്. ഓക്കെ, ഇനി മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്തിരിക്കുന്നതാണ് കണ്ടിരിക്കുന്നത്. മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ എടുത്തിരിക്കുന്നു, അതിന്റെ എക്സാമ്പിൾ ആണ് എ പ്ലസ് ബി ബി ഗീവ് സി സി പ്ലസ് ഡി ഡി. എ പ്ലസ് ബി ബി ഗീവ് സി സി പ്ലസ് ഡി ഡി. എ ബി സി ഡി ആർ സ്മോൾ എ സ്മോൾ ബി സ്മോൾ സി ആൻഡ് സ്മോൾ ഡി ആർ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്സ്. അപ്പൊ നമുക്ക് റേറ്റ് എഴുതാം. ആവറേജ് റേറ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. റേറ്റ് ഈക്വൽ ടു വാട്ട്? മൈനസ് നെഗറ്റീവ് കൊടുക്കുക, ബിക്കോസ് എ ആൻഡ് ബി ആർ റിയാക്ടന്റ്. ഇനി സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് എന്താക്കി എഴുതുക? റെസിപ്രോക്കൽ ആക്കി എഴുതുക, അത് ഇൻവേഴ്സ് ആക്കുക. സോ എ ഈസ് ദ സ്റ്റോയിച്ചിയോമെട്രിക് കോഎഫിഷ്യന്റ്. Take an inverse of the stoichiometric coefficient. We will get 1 by a dA divided by dA or delta. Okay, delta നമുക്ക് ഡെൽറ്റ എഴുതാം. ഡെൽറ്റ കോൺസെൻട്രേഷൻ A divided by delta T which is equal to minus 1 by B. Again, B is the stoichiometric coefficient. We can put what? Reciprocal of the stoichiometric coefficient, and also we can put a negative symbol because B is reactant. Okay, delta എഴുതുക. delta concentration B divided by delta T which is also equal to 1 by C. C is the stoichiometric coefficient. Take a reciprocal of the stoichiometric coefficient. Delta concentration C divided by delta T which is equal to 1 by D delta concentration D divided by delta T. ഇങ്ങനെയാണ് ആവറേജ് റേറ്റ് എഴുതുന്നത്. ശ്രദ്ധിക്കൂ, ആവറേജ് റേറ്റ് ഓഫ് റിയാക്ഷൻ സെയിം ആണ് എഴുതിയിരിക്കുന്നത്. മൈനസ് 1 by a negative 1 by a delta concentration A by delta T, negative 1 by B delta concentration B by delta T, and positive 1 by C delta concentration C divided by delta T which is also equal to 1 by D delta concentration D divided by delta T. Rate of disappearance അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ശ്രദ്ധിക്കൂ. എന്റെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ എന്റെ റേറ്റ് നമ്മൾ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ എ ബൈ ഡെൽറ്റ ടി. അതുപോലെ ബിയും അങ്ങനെയാണ്, കാരണം എയും ബിയും റിയാക്ടന്റ് ആണ്. എയും ബി റിയാക്ടന്റ് ആയത് കാരണമാണ് ഡിസപ്പിയറൻസ് എഴുതിയിരിക്കുന്നത്. ഡിസപ്പിയറൻസ് എങ്ങനെയാണ്? മൈനസ് ഡെൽറ്റ ബി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇനി പ്രൊഡക്റ്റ് ആയാണ് എഴുതിയിരിക്കുന്നത്, ശ്രദ്ധിക്കൂ, അപ്പിയറൻസ്. റൈറ്റ്, അങ്ങനെയാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്, ഇത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്, ഇത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ബി, ഇത് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് സി, ദിസ് വൺ ഓൾസോ റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ഡി. അതായത് ബിക്കോസ് സി ആൻഡ് ഡി ആർ പ്രൊഡക്ട്സ്, അതിനാലാണ് ഇത് അപ്പിയറൻസ് എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി ഡിസപ്പിയറൻസ് കാണിച്ചിരിക്കുന്നത് എ ആൻഡ് ബി ആർ പ്രൊഡക്ട്സ്. ഓക്കെ, ഇങ്ങനെയാണ് റേറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊരു എക്സാമ്പിൾ എടുത്തിട്ട് അത് നോക്കാം. എക്സാമ്പിൾ എടുക്കാം. അതായത്
നമുക്ക് ഇപ്പം നമ്മൾ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ജനറൽ ഇക്വേഷൻ ആണ് എഴുതിയിരുന്നത്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എങ്ങനെയാണ് അത് ഇക്വേഷനിലേക്ക് കൊണ്ടുവരുന്നത് നോക്കാം. ഫോർ എക്സാമ്പിൾ N2 plus 3H2 give NH3 2NH3. ഇവിടെ ഗ്യാസ് ആണെല്ലാം. നമുക്ക് അതിന്റെ റേറ്റ് എഴുതാം. റേറ്റ് ഈക്വൽ ടു വാട്ട് മൈനസ് ഡെൽറ്റ കോൺസെൻട്രേഷൻ N2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. നെഗറ്റീവ് കൊടുക്കാം ബിക്കോസ് നൈട്രജൻ ഈസ് റിയാക്ടന്റ്. സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഒന്നുമില്ല. വിച്ച് ഈസ് ഈക്വൽ ടു സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് ഉണ്ട് -1/3 ഡെൽറ്റ കോൺസെൻട്രേഷൻ H2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു 1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ NH3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഓക്കെ, ഇങ്ങനെയാണ് സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റോട് കൂടി റേറ്റ് എഴുതുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്നാണെന്ന് പറയാം. ഇൻസ്റ്റന്റേനിയസ് റേറ്റ്, ആവറേജ് റേറ്റ് നമ്മൾ കണ്ടു. ആവറേജ് റേറ്റ് എന്ന് പറയുമ്പോൾ ചേഞ്ച് ആണ് നമ്മൾ പറഞ്ഞത്. R2 മൈനസ് R1 ഡിവൈഡ് ബൈ T2 മൈനസ് T1. ഓക്കെ, ഇനി ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് പറയുന്നത്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ പർട്ടിക്കുലർ മൊമെന്റ്, പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ മൊമെന്റിൽ വിത്തിൻ സെക്കൻഡ്സിനുള്ളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഓരോ പർട്ടിക്കുലർ മൊമെന്റിലും നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും? റേറ്റ്. അതാണ് ഏത് ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ന് പറയുന്നത്. റെപ്രസെന്റ് ചെയ്യുന്നതൊക്കെ ഒരുപോലെയാണ്, കാൽക്കുലേഷൻ ഒക്കെ ഒരുപോലെ തന്നെയാണ്. ഓക്കെ, ആർ ഗിവിംഗ് പി അതുപോലെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്, വ്യത്യാസങ്ങളില്ല. ഓക്കെ, ദ മെത്തേഡ് ഓഫ് മെഷറിംഗ് റിയാക്ഷൻ റേറ്റ്, pH measurement, change in optical activity, change in pressure, change in conductance, slowest step of a chemical reaction was also rate determining step by Van Hoff factor. അപ്പോൾ ഇത് റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ് പല മെത്തേഡുകളുടെ എഴുതിയിരിക്കുന്നതാണ്. ഓക്കെ, ജസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നതാണ്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് റിയാക്ഷൻ. റേറ്റ് ഓഫ് റിയാക്ഷൻ്റെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് റേറ്റ് ഓഫ് റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നോക്കാം. നേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, സർഫസ് ഏരിയ ഓഫ് റിയാക്ടന്റ്, റേഡിയേഷൻസ് ആൻഡ് കാറ്റലിസ്റ്റ് ആൻഡ് പ്രഷർ ഓഫ് ഗ്യാസ്. ഗ്യാസിന്റെ പ്രഷർ ഉണ്ട്, നേച്ചർ ഉണ്ട്, കോൺസെൻട്രേഷൻ, നേച്ചർ ഉണ്ട്, കോൺസെൻട്രേഷൻ ഉണ്ട്. കോൺസെൻട്രേഷൻ കൂടുതലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റിയാക്ഷൻ നടക്കും. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതനുസരിച്ച് റേറ്റ് മാറുന്നുണ്ട്. സർഫസ് ഏരിയ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന റിയാക്റ്റന്റ് വളരെ ഫൈൻലി പൗഡേർഡ് ആയിട്ട് പൊടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നുണ്ട്. കാറ്റലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടുന്നുണ്ട്. പ്രഷർ വ്യത്യാസം കൊണ്ട് റിയാക്ഷനിൽ അല്ലെങ്കിൽ റേറ്റിന് സ്പീഡിന് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അങ്ങനെ ഓരോ ഫാക്ടേഴ്സാണ്. നോക്കൂ, റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ് എഴുതിയിരിക്കുന്നത്. റേറ്റ് ലോ എക്സ്പ്രഷൻ. ഇനി റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ലോ ഓഫ് മാസ് ആക്ഷൻ. അപ്പൊ നമ്മൾ കുറച്ചു മുമ്പ് റേറ്റ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് രണ്ട് റിയാക്ടന്റിന്റെയും പ്രൊഡക്റ്റിന്റെയും ടേമിലാണ് നമ്മൾ കാണിച്ചത്. എന്നാൽ ലോ ഓഫ് മാസ് ആക്ഷനിൽ പറയുന്നത് ഒരു റിയാക്ഷന്റെ റേറ്റ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിനോട്ട് ചെയ്യാനായിട്ട് റിയാക്ടന്റെയും പ്രൊഡക്റ്റിന്റെയും കോൺസെൻട്രേഷന്റെ ആവശ്യമില്ല. റിയാക്ടന്റെ മാത്രം കോൺസെൻട്രേഷൻ കൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കും? റേറ്റ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ കെമിക്കൽ റിയാക്ഷൻ ഒന്ന് നോക്കാം. ഒരു കെമിക്കൽ റിയാക്ഷൻ എഴുതിയിരിക്കുന്നു AA + BB ഗീവ് പ്രൊഡക്റ്റ്. ഓക്കെ, അതിന്റെ റേറ്റ് എഴുതിയിരിക്കുന്നു നോക്കൂ. അപ്പൊ ലോ ഓഫ് മാസ് ആക്ഷനിൽ പറഞ്ഞ എന്താണ്? റേറ്റ്, ഒരു കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് റെപ്രസെന്റ് ചെയ്യാനായിട്ട് എന്താണ്? റിയാക്ടന്റെയും പ്രൊഡക്റ്റിന്റെയും കൂടി എടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് റിയാക്ടന്റെ മാത്രം വെച്ചിട്ട് റിയാക്ടന്റെ കോൺസെൻട്രേഷൻ മാത്രം ഉപയോഗിച്ചിട്ട് വി ക്യാൻ കാൽക്കുലേറ്റ് റേറ്റ്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ, rate proportional to molar concentration of reactant only. Molar, according to law of mass action, rate is, for example, നമ്മളൊരു സാധാരണ കെമിക്കൽ റിയാക്ഷൻ എടുത്തു എന്ന് വിചാരിക്കുക. അതായത് A + B ഗീവ് പ്രൊഡക്റ്റ്, ഇതാണ് എടുത്തു എന്ന് വിചാരിക്കൂ. A + B ഗീവ് പ്രൊഡക്റ്റ്.
അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? റേറ്റ് ഈക്വൽ ടു അല്ലെങ്കിൽ റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഓക്കെ, ഇനി ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ, അതായത് റേറ്റ് ലോ പറഞ്ഞ ഇതാണ്. അക്കോർഡിംഗ് ടു ലോ ഓഫ് മാസ് ആക്ഷൻ, റേറ്റ് ലോയിൽ പറയുന്ന എന്താണ്? റേറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി മോളാർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഓൺലി. അതുകൊണ്ടാണ് ഞാൻ റിയാക്ടന്റ് നമുക്ക് ആദ്യം മാത്രം എഴുതിയിരിക്കുന്നത്. ഇനി വി ക്യാൻ റിമൂവ് ദ പ്രൊപ്പോർഷണാലിറ്റി സൈൻ യൂസിങ് എ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് കോൾഡ് K into concentration A into concentration B. K is the rate constant. K എന്ത് വിളിക്കുന്നു? K is called rate constant. K is called rate constant. Okay. See another equation, A plus B give product. ഇനി അതിനകത്ത് നമ്മൾ റേറ്റ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കും. ഇപ്പോൾ A plus B give product എന്നായിരുന്നെങ്കിൽ ആ റേറ്റ് എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കും. അതിൻ്റെ പവറായിട്ട് ഈ സ്മോൾ എയും അല്ലെങ്കിൽ ഈ സ്മോൾ ബിയും കൊടുത്തിട്ടുണ്ട്. സ്മോൾ എ ആൻഡ് സ്മോൾ ബി. ഇനി അതിന് പ്രൊപ്പോർഷണാലിറ്റി സൈനെയൊക്കെ കളഞ്ഞിട്ട് എ ആൻഡ് ബി എന്നും കൊടുത്തിട്ടുണ്ട്. എയും ബി എന്താണെന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ റേറ്റ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ ഓഫ് എ ടു ദ പവർ എ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ബി ടു ദ പവർ ബി, which is also equal to K into concentration of A to the power A, concentration of B to the power B. K is the rate constant. Experimentally, it is observed that the rate of reaction is found to depend upon alpha concentration of terms of A and beta concentration. അതായത് എയും ബിനെ ഒന്ന് ജസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അതിന് പകരം അവിടെ ആൽഫയും ബീറ്റയും കൊടുത്തെന്ന് മാത്രം, ഒന്നുമില്ല. അതായത് എ ആൻഡ് ബി, ഇപ്പം നമ്മൾ ഈ എ ആൻഡ് ബി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ എഴുതിയിരിക്കുന്ന സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആയിരിക്കുമെന്നാണ്. നമ്മൾ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഒക്കെ പഠിച്ചിട്ടുണ്ട് 11th സ്റ്റാൻഡേർഡിൽ. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിൽ നമ്മൾ അവിടെ എഴുതുന്നത് അതിൻ്റെ പവറായിട്ട് എഴുതുന്നത് അതിൻ്റെ കോൺസ്റ്റന്റ്, അതായത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആയിരുന്നു. പക്ഷെ ഇവിടെ മേ ഓർ മേ നോട്ട് ബി ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. റേറ്റ് ലോ എഴുതുമ്പോൾ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ ഇങ്ങനെ എഴുതുമ്പോൾ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത്. റേറ്റ് എക്സ്പ്രഷൻ എഴുതുമ്പോൾ ആ കോൺസെൻട്രേ അല്ലെങ്കിൽ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് തന്നെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആണ് അതിന്റെ പവറായിട്ട് വരണം നിർബന്ധമില്ല. അതാണ് പറഞ്ഞത് മേ ഓർ മേ നോട്ട് ബി ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. ദാറ്റ് ഈസ് വൈ എയും ബിനെ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആൽഫ എന്നും ബീറ്റ എന്നും പറയുന്ന രണ്ട് ടേമുകൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ എ ടു ദ പവർ ആൽഫ, കോൺസെൻട്രേഷൻ ബി ടു ദ പവർ ബീറ്റ, which is equal to K into concentration A to the power alpha, concentration B to the power beta. Okay, K is what? A rate constant. Equilibrium constant അല്ല, സ്മോൾ K ആണ്. Equilibrium constant ക്യാപിറ്റൽ K വെച്ചാണ് കാണിച്ചിരുന്നത്, ഇത് സ്മോൾ K വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എയും ബിയും മോളാർ കോൺസെൻട്രേഷൻ ആണെന്നും ഇനി ആൽഫ ആൻഡ് ബീറ്റ ആർ മേ ഓർ മേ നോട്ട് ബി ദ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് ആകും എന്നുറപ്പില്ല, ചിലപ്പോൾ ആകാം അല്ലെങ്കിൽ ആകാതിരിക്കാം. ഓക്കെ, അടുത്തത് റേറ്റ് കോൺസ്റ്റന്റ് ആണ് പറയുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് എന്താണെന്നാണ് പറയുന്നത്. റേറ്റ് കോൺസ്റ്റന്റ് K ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഈ എബവ് എക്സ്പ്രഷനിൽ K ഈസ് കോൾഡ് ദി റേറ്റ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ വെലോസിറ്റി കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റിന്റെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. സ്പെസിഫിക് റേറ്റ് ഓഫ് റിയാക്ഷൻ when the molar concentration of the reactant is taken to be unity. അപ്പൊ നോക്കൂ, ഇപ്പം നമ്മൾ മോളാർ കോൺസെൻട്രേഷനെ യൂണിറ്റി ആയിട്ട് എടുത്തെന്ന് വിചാരിക്കും. അതായത് നമ്മുടെ റേറ്റ് ഈ എക്സ്പ്രഷനിൽ നമ്മൾ ആദ്യം എഴുതിയ റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് എഴുതിയല്ലോ. ഇങ്ങനെ റേറ്റ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി എന്ന് എഴുതി. ഇതിൻ്റെ അകത്ത് കോൺസെൻട്രേഷൻ എയും കോൺസെൻട്രേഷൻ ബിയും യൂണിറ്റി ആയിട്ട് എടുത്തു എന്ന് വിചാരിക്കും. അപ്പൊ എന്തായി? റേറ്റ് ഈസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് ഈസ് ഈക്വൽ, അപ്പൊ എപ്പോഴാണ് റേറ്റും റേറ്റ് കോൺസ്റ്റന്റും ഈക്വൽ വരുന്നത്? when the concentration of both reactants are unity. ഇനി അതിന്റെ യൂണിറ്റ് ശ്രദ്ധിക്കൂ. റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് വ്യത്യാസമുണ്ട്. എപ്പോഴും റേറ്റിന്റെ യൂണിറ്റ് എപ്പോഴും എന്തായിരിക്കും? മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും. കാരണം റേറ്റ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓവർ ടൈം ആണ്. കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ മോൾ പെർ ലിറ്റർ ആണ്. പിന്നെ ടൈമിന്റെ സെക്കൻഡ് ഇങ്ങനെ വരുമ്പോൾ മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. അതേസമയം റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ സാധിക്കില്ല. റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് ഓരോ റിയാക്ഷനിലും വ്യത്യാസമുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി
ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പറയുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ്. റേറ്റ് കോൺസ്റ്റന്റ് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫാസ്റ്റർ ഈസ് ദ റിയാക്ഷൻ. റേറ്റ് കോൺസ്റ്റന്റ് വലുതാണെങ്കിൽ റിയാക്ഷൻ റേറ്റ് ഫാസ്റ്റ് ആകുന്നു. ഇനി ഈച്ച് റിയാക്ഷൻ ഹാസ് എ പർട്ടിക്കുലർ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് അറ്റ് എ പർട്ടിക്കുലർ ടെമ്പറേച്ചർ. ഓരോ ടെമ്പറേച്ചറിനനുസരിച്ച് റേറ്റ് കോൺസ്റ്റന്റ് മാറിക്കൊണ്ടിരിക്കും. ഇനി ദ വാല്യൂ ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഫോർ ദ സെയിം റിയാക്ഷൻ ചേഞ്ചസ് വിത്ത് ടെമ്പറേച്ചർ. വാല്യൂ റേറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോറി, the value of rate constant for the same reaction changes with the temperature. ഇനി the value of rate constant for a reaction does not depends upon the concentration of the reactant. റിയാക്ടന്റ് കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ആദ്യം കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ റേറ്റിന്റെ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ടൈം ആണ്. കോൺസെൻട്രേഷന്റെ യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ ഡിവൈഡ് ബൈ ടൈം. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ടൈം സെക്കൻഡ് എഴുതാം. അപ്പൊ യൂണിറ്റ് എന്താണ്? മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ്. ഒരിക്കലും മാറില്ല. കോൺസെൻട്രേഷൻ റേറ്റിന്റെ യൂണിറ്റ് ഓൾവേസ് മോൾ പെർ ലിറ്റർ പെർ സെക്കൻഡ് ആണ്. അതേസമയം റേറ്റ് കോൺസ്റ്റന്റ് ആണ് എന്തെന്ന് വേരി ചെയ്യുമെന്ന് പറഞ്ഞത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് റേറ്റിനെ കുറിച്ചും റേറ്റ് കോൺസ്റ്റന്റിനെ കുറിച്ചുമാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് റേറ്റ് ലോ എക്സ്പ്രഷനെ കുറിച്ച് പഠിക്കാം. താങ്ക് യു.